നമ്മുടെ നാട്ടിൽ തൊഴിലവകാശത്തെക്കുറിച്ചും തൊഴിൽ നിഷേധത്തെക്കുറിച്ചൊക്കെ നമ്മൾ വലിയ ചർച്ച ചെയ്യാറുണ്ട്. അത് ആവശ്യമാണ്. പ്രാദേശികമായി തൊഴിൽ നഷ്ടപ്പെടും. പുതിയൊരു സംവിധാനം വരുമ്പോൾ നിലവിലുള്ളവർക്ക് തൊഴിൽ നഷ്ടപ്പെടും. ഇപ്പോൾ പിന്നെ ചുവരെഴുത്ത് കൊണ്ടിരുന്നപ്പോഴാണ് ബാനർ വന്നു. അപ്പോൾ തൊഴിലെഴുത്തുകാരുടെ തൊഴിൽ നഷ്ടപ്പെട്ടു. ബാനർ പോറിട്ട് ഫ്ലെക്സ് വന്നപ്പോൾ ബാനർ എഴുത്തുകാരുടെ ജോലി പോയി. അങ്ങനെ ഓരോരുത്തരുടേതായിട്ടുള്ള കാര്യങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതിനിടയിലാണ് വളരെ ഗൗരവമായൊരു വിഷയം, ഒരു വീഡിയോ ലോകമാകെ കറങ്ങുന്നത്. കേരളത്തിലല്ല, ഇന്ത്യയാകെ കറങ്ങുന്നുണ്ട്, ലോകമാകെ കറങ്ങുന്നുണ്ട്. ഒരു പെൺകുട്ടിയുടെ ഒരു ചെറിയ 2-3 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ ആ കുട്ടി പറയുന്നത്, കേരളം സുന്ദരമായ നാടാണ്, ഇന്ത്യയിൽ എല്ലായിടത്തും പോയിട്ട് വളരെ സുന്ദരമായ നാടാണ്, പക്ഷേ ഇവിടുത്തെ ഒരു സൗന്ദര്യത്തിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഞാൻ ഇനി കേരളത്തിലേക്കില്ല, ഞാനോ എൻ്റെ കൂട്ടുകാരികളോ ആരും തന്നെ കേരളത്തിലേക്ക് പോകരുതെന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട്. ഇതിനു മുമ്പൊരു സമാന്തരമായ ഒരു വിഷയം പറഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വരാം. സിംഗപ്പൂരിൽ നിന്ന് ഒരു വനിത ഇതുപോലെ ഇന്ത്യ കണ്ട് കേരളത്തിലേക്ക് വന്നു. അന്ന് ഈ പ്ലാസ്റ്റിക് കപ്പ്, ഇന്നിപ്പോൾ പ്ലാസ്റ്റിക് കപ്പില്ല, പേപ്പർ കപ്പേ ഉള്ളൂ. അന്ന് പ്ലാസ്റ്റിക് കപ്പിൽ ചായ കൊടുക്കുന്ന കാലമാണ് ഇന്ത്യൻ റെയിൽവേ. അങ്ങനെ പ്ലാസ്റ്റിക് കപ്പിൽ ചായ വാങ്ങിച്ച് കുടിച്ചപ്പോൾ അവർ ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തപ്പോൾ കിട്ടിയ കപ്പുകളെല്ലാം അവർ, സിംഗപ്പൂർ വലിച്ചെറിയാൻ പറ്റില്ല, വലിയ കൾച്ചറാണുള്ളത് അവിടെ, വലിയ പൗരബോധമുള്ളവരാണ് സിറ്റിസൺ. അപ്പോൾ ഇവരിത് വലിച്ചെറിയാതിരിക്കാനായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതവരെ ബാഗിൽ ചുരുട്ടിക്കൂട്ടി ഒരു ബാഗിൽ വെച്ചു. തിരുവനന്തപുരത്താണെന്ന് തോന്നുന്നു, തിരുവനന്തപുരത്താണ്, എറണാകുളത്താണെന്ന് അറിയില്ല. കേരളത്തിലെത്തിയ ഒരു റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററോട് ഇവർ ചെന്ന് ഇംഗ്ലീഷിൽ ചോദിച്ചു, ഇതെന്ത് ചെയ്യും ഞാൻ, ബട്ട് ഐ ക്യാൻ ഡു ഈ പ്ലാസ്റ്റിക് ഈ സാധനങ്ങൾ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് ഇങ്ങ് തരാൻ പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോർട്ടറെ കൊടുത്തിട്ട് പോർട്ടറോട് പറഞ്ഞു ഇത് ഡിസ്പോസ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അന്ന് ഇത്രയും മാലിന്യ സംസ്കരണ സംവിധാനമൊന്നുമില്ല, പഴയ കഥയാണ്. പോർട്ടർ കൊണ്ടുപോയി എന്ത് ചെയ്തു, ട്രെയിൻ ട്രാക്കിൽ തന്നെ കുറച്ച് ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടിട്ടു. ഈ സ്ത്രീ ഇത് കണ്ടുകൊണ്ട് തന്നെ ഭയങ്കരമായി ഷൗട്ട് ചെയ്ത് ബഹളം ഉണ്ടാക്കി ഓടിപ്പോയി അത് തിരിച്ചെടുത്തു. അയാളെ കൊണ്ട് എടുപ്പിച്ചിട്ട് പറഞ്ഞു നോ 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 ഞാനിത് നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അവർ കൊണ്ടുപോയി. പക്ഷേ അവർ ഡൽഹി പോയതിന് ശേഷം പിന്നെ ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് എവിടെ വെച്ച് കൊടുക്കുന്നുണ്ട്, വളരെ പഴയ കഥയാണ്. ആ ഇൻ്റർവ്യൂവിൽ അവർ പറയുന്നു, കേരള ഈസ് ദ ലാൻഡ് ഓഫ് ഗോഡ്സ് ഓൺ ലാൻഡാണ്, ഗോഡ്സ് ഓൺ കൺട്രിയാണ്, നല്ല സ്ഥലമാണ്, പക്ഷേ ഹാൻഡിൽഡ് ബൈ സം ഡെവിൾസ്. സമ്മയെ പറഞ്ഞോളൂ, മൊത്തം ഡെവിൾ എന്നൊന്നും പറഞ്ഞില്ല, സം ഡെവിൾസ്, നമ്മൾ വലിച്ചെറിയുന്നവരാണ്. അതിൻ്റെ സമാനമായ മറ്റൊരു കാര്യമാണ്. മൂന്നാറിൽ പെൺകുട്ടി പോയപ്പോൾ ആ പെൺകുട്ടി ഊബർ ബുക്ക് ചെയ്തു. ഊബർ ബുക്ക് ചെയ്തപ്പോൾ വണ്ടി വന്ന വണ്ടിയെ അവിടെ കയറ്റാൻ അവിടുത്തെ മറ്റുള്ള ലോക്കൽ ടാക്സിക്കാർ സമ്മതിക്കത്തില്ല. പോലീസ് വന്ന് ആരെ കൂടെ നിന്നു, ലോക്കൽ ടാക്സിക്കാരെ കൂടെ നിന്നു. അതിന് വേറെ ഇടപാടുണ്ടോയെന്ന് നമുക്കറിയത്തില്ല, എന്തായാലും അവരെ കൂടെ നിന്നു. സംഭവിച്ചിരിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണ്. ഒന്നുകിൽ സർക്കാർ ഈ ഓൺലൈൻ ആട്ടോ ഒക്കെ നിർത്തി, ഇപ്പോൾ കേരള ടാക്സി എന്ന് പറഞ്ഞ് ആട്ടോറിക്ഷ തന്നെ നമുക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം, കേരള ടാക്സി എന്ന് പറഞ്ഞ്. അപ്പോൾ ആട്ടോറിക്ഷയൊക്കെ ആ രീതിയിലേക്ക് മാറി. പക്ഷേ ഇപ്പോഴും പല റെയിൽവേ സ്റ്റേഷനിലും, തിരുവനന്തപുരത്ത് ഉൾപ്പെടെയുള്ള പല റെയിൽവേ സ്റ്റേഷനുകളിലും പല സ്ഥലങ്ങളിലും ഇങ്ങനെ എഴുതി പോലും വച്ചിരിക്കുകയാണ്. അത് ശരിയല്ല. നമ്മുടെ ട്രേഡ് യൂണിയനുകൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളും ഈ സിസ്റ്റത്തിലുണ്ട്, നിങ്ങളെ കൂടെ ഉള്ളവരും ഊബർ ആട്ടോ ഓടുന്നു, നിങ്ങളെ കൂടെ ഉള്ളവരും ഈ സംവിധാനത്തിലേക്ക് ഓടുന്നുണ്ട്. അപ്പോൾ അത് ഒന്നുകിൽ നിങ്ങൾ ഗവൺമെൻറ്റിനോട് പറഞ്ഞ് ഇതൊക്കെ നിർത്തിക്കുക, അതിനൊന്നും കാര്യമില്ല. പക്ഷേ അല്ലാതെ വളരെ സൗകര്യപ്രദമായി ഒരാൾ ഊബറിൽ ബുക്ക് ചെയ്യുമ്പോൾ ആ വണ്ടി വന്നിട്ട് അത് 100 മീറ്റർ അപ്പുറത്ത് നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ബഹളം ഉണ്ടാക്കുമെന്ന് പറയുന്നത് വരുന്ന യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധിയാണ്. തീർച്ചയായിട്ടും പ്രാദേശികമായി തൊഴിലാളികൾക്ക് തൊഴിൽ വേണം എന്നുള്ള സ്ഥലത്ത് തന്നെയാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ തൊഴിലാളികളുടെ കൂടെയാണ്. പക്ഷേ തൊഴിലാളികളുടെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ഒന്നുകിൽ ഊബർ പോലുള്ള കാര്യങ്ങളെ നിരോധിക്കാൻ പറയുക, അല്ലെങ്കിൽ നിങ്ങളതിനെ അനുവദിക്കുക. നിങ്ങളും കൂടി ഈ സിസ്റ്റത്തിൻ്റെ ഭാഗമാവുക. അല്ലെങ്കിൽ ഈ പെൺകുട്ടി മൂന്നാറിൽ പറഞ്ഞതുപോലെ ആ കുട്ടിയുടെ വീഡിയോ പോലെ വലിയ ബാഡ് ഇമേജ് ആയിരിക്കും ഒരു സ്റ്റേറ്റിനെ കുറിച്ച് ഉണ്ടാവുക. ചിലർ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നു. പക്ഷേ എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും വളരെ ബാഡ് ഇമേജാണ് ഉണ്ടാകുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സോഷ്യൽ മീഡിയയുടെ പുതിയ കാലത്ത് ഒരു സ്റ്റേറ്റിനെയോ ഒരു സംസ്ഥാനത്തെയോ രാജ്യത്തെയോ കരിവാരിത്തേക്കാൻ ഇതുപോലത്തെ സംഭവങ്ങൾക്ക് കഴിയും എന്നുള്ളത് നമ്മുടെ ട്രേഡ് യൂണിയനുകൾ ആളുകൾ മനസ്സിലാക്കണം. ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന, കാർ ഓടിക്കുന്ന ടാക്സി ഡ്രൈവേഴ്സായിട്ടുള്ള ആളുകൾ മനസ്സിലാക്കണം. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അതിൻ്റെ കൂടെ. അതുകൊണ്ടാണ് നിങ്ങളോട് സ്നേഹബുദ്ധിയാണ് പറയുന്നത്. നിങ്ങൾ ഫൈറ്റ് ചെയ്ത് ഗവൺമെൻറ്റിൽ നിന്നൊരു ഉത്തരവ് വാങ്ങുന്നു, ഇങ്ങനെ ഇത് നിരോധിക്കണമെന്ന് പറഞ്ഞു. അല്ല, പറ്റില്ല എന്നുള്ള സ്ഥിതിയാണെങ്കിൽ ദയവായി നിങ്ങൾ അതിനൊരു സംവിധാനം ഒരുക്കണം. അല്ലാതെ 100 മീറ്റർ അപ്പുറത്തിട്ടേക്കുക, വരാൻ പാടില്ല സ്റ്റാൻഡിൽ എന്നൊക്കെ പറയുമ്പോൾ അത് വലിയ അസ്വസ്ഥത ഒരു യാത്രക്കാർക്കുണ്ടാക്കും. അതിൻ്റെ വലിയൊരു പരിച്ഛേദമാണ് മൂന്നാറിൽ കണ്ടത്. അത് 100% ഒഴിവാക്കേണ്ടതായിരുന്നു.